അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, കുന്നമംഗലം മേഖല SKSSF കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനവും അതിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു വിശദീകരണം നൽകണം. 15 ദിവസത്തോളം മുന്നേ മേഖല വർക്കിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം എടുത്തിട്ടുള്ള ഒരു പ്രധാന പരിപാടിയാണ് ആദർശ സമ്മേളനം നമ്മുടെ മേഖലയിൽ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുക എന്നുള്ളത്. അതിന് കൃത്യമായ നിരന്തര മീറ്റിങ്ങുകൾ ചേർന്നതിന്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി പ്രാഥമികമായിട്ട് നമ്മൾ സ്ഥലങ്ങൾ അന്വേഷിച്ചു. 2-3 സ്ഥലങ്ങളെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിച്ചു. അങ്ങനെ കുന്നമംഗലം അങ്ങാടിയിലെ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ നോക്കി. അതിൽ ഒരു സ്ഥലത്ത് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവസാനം നമ്മള് പഞ്ചായത്ത് എന്റെ അധീനതയിലുള്ള കുന്നമംഗലം അങ്ങാടിയിലെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചിട്ട് പരിപാടി നടക്കാൻ തീരുമാനിക്കുകയും പഞ്ചായത്തിന് അതിന് ലെറ്റർ കൊടുക്കുകയും അവരോട് അനുമതി വാങ്ങുകയും ഒക്കെ ചെയ്തു. പിന്നീട് പരിപാടി നടത്തുന്നതിന്റെ മുന്നോടിയായിട്ട് 2 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിളികൾ വരികയാണ്. സ്റ്റേഷൻ പരിധിയിൽ നിന്നും പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് എന്നാണെന്ന് പറഞ്ഞിട്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നാണെന്നൊക്കെ പറഞ്ഞാണ്ട് വിളികൾ നിരന്തരം ഭാരവാഹികൾക്ക് വരികയാണ്. അതിൽ പറയുന്ന കാര്യം, നിങ്ങൾ ഇവിടെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടി വെക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇന്റലിജൻസ് ബ്യൂറോന്ന് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് നിങ്ങൾക്ക് അനുമതി ഞങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിച്ചതുകൊണ്ട് കാര്യമില്ല, ഞങ്ങൾ തരൂല, ഇക്കോലത്തിലാണ് നിങ്ങൾ പരിപാടി നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, SKSFന്റെ ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർമാർക്ക് പറയാം എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവർ പറഞ്ഞത് അത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ഭാഗത്തു നിന്നും. ആ രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയാ, നേരിട്ട് വിളിച്ചോ അല്ലാതെയൊക്കെ അവരെ ബന്ധപ്പെടുകയാണ്. അതിനടിസ്ഥാനത്തിൽ പറയാന്ന് അവരെന്നെ നേരിട്ട് പറയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെളിയിക്കാവുന്നതാണെന്ന് നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ അനുമതി തരൂല, പക്ഷെ നിങ്ങൾ നടത്തിക്കോളി, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് നടത്താം എന്ന് അവസാനം അവര് വാക്കാല പെർമിഷൻ തരികയാണ്. നിലവിൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷകളും ഒക്കെ അവള് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരെ വാക്കാല പരിപാടി നടത്തിക്കോളി എന്ന് സ്റ്റേഷൻ പെർമിഷൻ തരികയാണ്. അതുപോലെ പഞ്ചായത്തിന്റെ അനുമതിയും നമുക്കുണ്ട്. അങ്ങനെ അത് പ്രകാരം നമ്മൾ പഞ്ചായത്ത് സ്റ്റാൻഡിൽ പരിപാടി നടത്തിയപ്പോ സ്റ്റേജ് കെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് തന്നെ പറഞ്ഞിരുന്നു, വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കെട്ടണം. അപ്പൊ അത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കെട്ടി. അപ്പൊ അവിടുത്തെ ചില വാഹന സുഹൃത്തുക്കൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുറച്ചും കൂടി നീക്കി അത് ചെറുതാക്കിയൊക്കെ ചെയ്തിട്ട് അവർ വളരെ സൗകര്യപ്രദമായിട്ട് അവർക്ക് തന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റി. അത് ആ പ്രശ്നം തീർന്നു. അപ്പൊ വാഹനക്കാർക്ക് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ വീണ്ടും പോലീസുകാർ വരികയാണ്. നേരിട്ട് വരുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ SI-മാരടക്കം നേരിട്ട് വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. നിന്നിട്ട് അവര് പറയാൻ അവിടുന്ന് അയക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയപ്പിച്ചു. എന്നിട്ട് അയപ്പിച്ചെന്ന് മാത്രമല്ല, ഈ പരിപാടി കഴിയുന്നത് വരെ ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ അവിടെ നിൽക്കുകയാണ്. എന്തോ ഭീകര സംഘടന പരിപാടി നടത്തുന്നത് പോലെ വളരെ എന്താ പറയാ അത്ഭുതം ഉളവാക്കുന്ന രീതിയിൽ SKSFന്റെ പരിപാടിക്ക് 4 ദിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാര് നിൽക്കുകയാണ്. ഞെട്ടിച്ചുപോയി. ഇപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇതിന്റെ മുന്നേ ഞങ്ങൾക്ക് ഒരു ഭയപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളും എല്ലാം ഇതുപോലെ SKSSFന്റെ ആദർശ സമ്മേളനം എന്നത് മറ്റൊരു തരത്തിലേക്ക് ചില നിഗൂഢ ശക്തികൾ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിന്റെ കാരണം ഒന്നാമത്തത്, ഞങ്ങൾക്ക് ഈ പരിപാടിയെ കുറിച്ചിട്ട് അനൗൺസ് ചെയ്തതിനു ശേഷം നമ്മളെ ഏറെ പ്രിയപ്പെട്ട, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആൾക്കാർ വരെ ഇതിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ടായി. ഉദാഹരണത്തിന്, അതുപോലെ കുന്നമംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സിദ്ദീഖ് തക്കീൽ എന്ന് പറയുന്ന ആള് സ്റ്റാറ്റസ് ഇടുകയാണ്. എന്താ ഇടണമെന്ന് ചോദിച്ചാൽ, ആദർശം അമാനത്താണ് എന്ന പേരിൽ അന്ന് ശീർഷകത്തിൽ SKSF നടത്തുന്ന പരിപാടി, ആ പരിപാടിക്ക് പണം കൊടുക്കുന്നവരെ ചവിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇടുന്നത്. നോക്കണം നിങ്ങൾ, ആരായി പറയുന്നത്? രാഷ്ട്രീയത്തിന്റെ പേരില്, എന്തിന്റെ പേരിൽ SKSF എന്തോ ചെയ്തിട്ടാ എന്തെങ്കിലും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മൊത്തം പറയേണ്ട കാര്യമല്ല. പക്ഷെ അതിന്റെ പേരിൽ ചില ആൾക്കാർ ഒരു പ്രസ്ഥാനത്തെ വീഴ്ത്താൻ, ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുകയാണ്. അവരെ
ആ ഒരു ശ്രമത്തെ കുറിച്ച് ആ ഒരു കളികള് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ള വസ്തുത. ഇയാള് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്രയും വളരെ മോശമായിട്ട് അവസ്ഥയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രമേയത്തെ വരെ ആക്ഷേപിക്കുക. അത് മാത്രമല്ല, ഈ അമാനത്താണ്, ഈ ആദർശം അമാനത്താണെന്നുള്ള പരിപാടി അത് പിന്നെ അതിന്റെ ഫണ്ടുദ്ഘാടനം നിർവഹിക്കുന്നത് തന്നെ SKSFന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ്. ആ പോസ്റ്റർ അടക്കം എല്ലായിടത്തും പ്രചരിച്ചത്. അതിനുശേഷമാണ് ഇയാളുടെ ഒരു പോസ്റ്റ് വരുന്നത്. അപ്പോ അവരുടെ ആ ഒരു പാണക്കാട് സ്നേഹം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കാണ് അവരുടെ പ്രയോഗങ്ങൾ പോലും. അതായത് അവർക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ പിന്നീട് പരിപാടിയെ കുറിച്ച് പറഞ്ഞ് നമ്മൾ പ്രാദേശികമായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ വിടുമ്പോൾ ഉത്തരവാദപ്പെട്ട ഈ ഇതേ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാനത്തേക്കുള്ള ആൾക്കാർ പരസ്യമായി പറയാണ് ഞങ്ങൾ പങ്കെടുക്കൂല, ഇത് വിഭാഗീയതന്റെ പരിപാടിയാണ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചൊന്നും കാരണമൊന്നും പറയാനില്ല. അപ്പൊ ഒറ്റയടിക്ക് പറയാണ് വിഭാഗീയതാണ് വിഭാഗീയതാണ്. ഇങ്ങനെ SKSSFന്റെ പരിപാടിയെ ഏതോ ഒരു തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പരിപാടിയെ പോലെ ചിലര് നിഗൂഢമായിട്ട് അവരാൽ കഴിയുന്ന രീതിയിൽ ഇത് മുടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. ഏതായാലും പരിപാടി കഴിഞ്ഞതോട് കൂടിയിട്ട് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന തരത്തിൽ വളരെ എന്താ പറയാ, വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉസ്താദന്മാര് ബഹുമാനപ്പെട്ട അസ്കർ അലി ഫൈസ് ഉസ്താദും ഒളോൺ ഉസ്താദും അതുപോലെ നമ്മുടെ ഷുഹൈബുൽ ഹൈതമിയും ഹത്താർ സാഹിബും ഒക്കെ വളരെ വിശദമായിട്ട് സമൂഹത്തിന് ഉത്ബോധിക്കുന്ന തരത്തിൽ ഈ പറയുന്ന തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ അത്ഭുതപ്പെടുന്ന തരത്തിലാണ് അവരുടെ പ്രഭാഷണം. ഇതൊക്കെ ആയിരുന്നോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്കാണ്. അത്രയും അവർക്ക് പോലും പഠിക്കാൻ കാര്യങ്ങളുള്ള രീതിയിലാണ് ബഹുമാനപ്പെട്ട ഷുഹൈബുൽ ഹൈതമിയൊക്കെ കൃത്യമായിട്ട് അവിടെ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും സമൂഹത്തിന് തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന SKSSFനെ അതിന്റെ ആദർശങ്ങളെ ചവിട്ടി മതിക്കാനും അതിന് സമൂഹത്തിൽ നിന്ന് ഈ പറയുന്ന സംവിധാനങ്ങളെയൊക്കെ എന്താ പറയാ മാറ്റി നിർത്തപ്പെടാനൊക്കെ കുൽസിത ശ്രമങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സംഘടന പിറവി കൊണ്ട കാലം മുതൽ നമ്മൾ ചിന്തിക്കണം. പിറവി കൊണ്ട കാലം മുതൽ എതിർക്കും തോറും വളരുകയേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് വെച്ചാൽ അതിന് ഒരു കൃത്യമായ അജണ്ട ഉണ്ട്, ഒരേ ഒരു ലക്ഷ്യം, അത് ഉഹ്റവിയായ ലക്ഷ്യം മാത്രമാണ്. അത് ചിന്തിക്കണം. ഒരു ഭൗതികമായ നേട്ടങ്ങൾക്കോ ലാഭേച്ഛക്കോ വേണ്ടിയിട്ട് ഒരു സംഗതിയും പറയാറില്ല. അപ്പോ ദീന് പറയുന്നത് മുടക്കാൻ ആര് ശ്രമിച്ചാലും അത് സാധിക്കൂല എന്നുള്ളത് ഇന്ന് നമ്മൾ നടന്നിട്ടുള്ള പരിപാടിയിൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. പല രീതിയിൽ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അള്ളാന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിപാടി വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും വിജയിപ്പിക്കാനും സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. മാത്രവുമല്ല ഇതിനെതിരെ പ്രവർത്തിച്ചവർക്കൊക്കെ സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.